കുർബാനയെല്ലാം കഴിഞ്ഞ് ഇപ്പോൾ ആൾക്കാർ കുശി പറയാൻ ഇറങ്ങുന്ന സമയമാണ്. അപ്പം നമ്മൾ നേരെ അവരുടെ അടുത്തേക്ക് ചെല്ലുന്നു, കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കുന്നു, കറക്റ്റ് ഉത്തരം പറയുന്നവർക്ക് സമ്മാനം കൊടുക്കുന്നു. ഓക്കെ, കമോൺ എവരിബഡി. എല്ലാവരും ഇവിടെ ശ്രദ്ധിക്കൂ. നാം കുറച്ച് ചോദ്യങ്ങൾ ചോദിക്കും. ആ ചോദ്യത്തിന് കറക്റ്റായിട്ട് ഉത്തരം പറഞ്ഞാൽ നമ്മൾ കുറച്ച് സമ്മാനങ്ങൾ കൊടുക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ സമ്മാനം എന്താണെന്ന് കാണണ്ടേ? എടുത്ത് കാണിക്കൂ. അമ്മാണ് തുറസി. ഇതിനൊക്കെ നല്ല സമ്മാനങ്ങൾ സ്വപ്നങ്ങൾ മാത്രമേ ഇടൂ. ഓക്കെ, നമുക്ക് ചോദ്യങ്ങളിലേക്ക് കിടക്കാം. ഓക്കെ, ബൈബിൾ ആസ്പദമായ ചോദ്യങ്ങളാണ്. പിന്നെ എല്ലാവരും പിന്നെ ഭയങ്കര ഇറക്കി കളിച്ച് കുടിച്ച ആൾക്കാരല്ലേ, അപ്പോൾ നമ്മൾ ചോദിക്കണ്ടേ? ആദ്യത്തെ ചോദ്യം, യേശുവിന് ആത്മാക്കളെ പുറത്താക്കാനുള്ള ശക്തി എവിടെ നിന്ന് ലഭിച്ചുവെന്നാണ് പരിസയർ അവകാശപ്പെട്ടത്? ഓക്കെ, അവർ സമ്മാനം കൊടുക്കും. അല്ലെങ്കിൽ അവരെന്നെ എടുക്കട്ടെ. അവിടെ ചെന്നു വരാം. ഇനി അങ്ങോട്ട് വരാം. ഓക്കെ, അടുത്ത ചോദ്യം, ഏത് പ്രായത്തിനാണ് ഈശോ തന്റെ സുവിശേഷ വേല ആരംഭിച്ചത്? എന്നാ പിന്നെ ഒരു നിബന്ധന വെക്കാം. ആദ്യം ഞാൻ ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്യും, എന്നിട്ട് കൈ പൊക്കണം. നോക്കി നിന്നോണേ. ആദ്യം കൈ പൊതുക്കുന്ന ആൾക്കാർക്ക് സമ്മാനം. ഓക്കെ, മാളികമുറിയിൽ പരിശുദ്ധാത്മാവിൻ്റെ വാഗ്ദാനത്തിനായി കാത്തിരുന്ന അപ്പസ്തോലന്മാരോടൊപ്പം പേര് പരാമർശിച്ച ഒരേ ഒരു സ്ത്രീ ആരാകുന്നു? ആരാ പൊക്കി തരാം. പക്ഷെ നമ്മുടെ ചോദ്യങ്ങളുടെ നിലവാരം അല്പം താന്നു പോയല്ലേ? അത് ടെസ്റ്റ് ചെയ്യാനാ. എന്നാ പിന്നെ കുറച്ച് കഷ്ടമുള്ള ചോദ്യം വേണോ? യോനായെ വിഴുങ്ങിയ തിമിംഗലത്തിന്റെ പേരെന്താ? പറ. അത് ഞാൻ പറഞ്ഞല്ലേ പോണത്. അതില്ല, ഓപ്ഷൻ ഇല്ല. പേരില്ല, വെറുതെ ഉണ്ടാക്കിയതാ. ഇവിടെ 3 ചോദ്യം കഴിഞ്ഞില്ലേ? 2 കൊടുത്തോ ആർക്കെങ്കിലും? ആരാ ഉത്തരം പറഞ്ഞു? ഷെയർ ചെയ്യട്ടോ. ഞങ്ങളെ പെണ്ണുങ്ങൾ തേച്ചൊട്ടിച്ചിരിക്കുകയാണ്. അതുകൊണ്ട് വലിയ ഇപ്പൊ അവര് ഞങ്ങള് നിങ്ങളെ ഉദ്ദേശിച്ചാണ് ക്വസ്റ്റ്യൻസ് ഉണ്ടാക്കിയത്. പക്ഷെ അവര് ഭയങ്കര സിമ്പിളായിപ്പോയി അതിന്. ഓക്കെ, യേശു കുരിശിൽ എത്ര മണിക്കൂറാണ് കിടന്നത്? കണ്ടോ എത്ര ഫാസ്റ്റ് എന്നറിയോ? കറക്റ്റ് കൊടുത്ത് അല്ലല്ലോ, വെറുതെ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ ഉത്തരം. ഞാൻ ആദ്യം ക്വസ്റ്റ്യൻ ഫിനിഷ് ചെയ്യും, എന്നിട്ട് ആദ്യം കൈ പൊക്കുന്ന ആൾക്കാണ് ഉത്തരം പറയാൻ പറ്റുക. നേരത്തെ ഉത്തരം പറഞ്ഞേക്കരുത് കേട്ടോ. ഇപ്പൊ നേരത്തെ ഉത്തരം പറഞ്ഞാലും കൈ പൊക്കുന്ന ആൾക്കാർക്കായിരിക്കും സമ്മാനം. കുഴപ്പമുണ്ട്. ഓക്കെ, എടുത്തിട്ടുണ്ട്. 7 ദിവസം ഒരു പട്ടണത്തിന്റെ ചുറ്റും നടന്ന് ആ പട്ടണത്തിനെ ഇസ്രായേൽക്കാർ കീഴടക്കിയ പട്ടണത്തിന്റെ പേരെന്താണ്? കൈ പൊക്കണം. കൈ വെക്കണം.
കൈവയ്ക്കോ? എങ്ങനെ ഇത്ര കറക്റ്റായിട്ട് തെറ്റായി ഉത്തരം പറയാൻ പറ്റുക? പോയി പാലസ്തീനല്ല. 7 ദിവസം ചുറ്റി നടന്ന് 7 ദിവസം പട്ടണത്തിന് ചുറ്റും നടന്ന് ആ പട്ടണം ഇസ്രായേൽക്കാർ കീഴടക്കിയ പട്ടണത്തിന്റെ പേരെന്താണ്? അല്ല പറയണ്ട. മാനം പോവും. അയ്യോ അത് അത്യാവശ്യം ഒരു വലിയ നാടായിരുന്നു. അവര് ഈ മറ്റേ ജോഷ ഓടിച്ചോണ്ട് പോയ പിന്നെ ബാക്കി ഇടിഞ്ഞു വീണ സംഭവം പറയുന്നത്. അറിയത്തില്ല. പെണ്ണുങ്ങൾക്ക് പാസ്സാണോ? പറ. അടുത്തൊരു ചോദ്യം. ഇതൊക്കെ സിമ്പിൾ ആണല്ലോ. ഇത് ചോദിച്ചിട്ടില്ലോ നിങ്ങളോട്. യേശുവിന് ആത്മാക്കളെ പുറത്താക്കാൻ, കേട്ടോ, യേശുവിന് ആത്മാക്കളെ പുറത്താക്കാനുള്ള ശക്തി എവിടെ നിന്നാണ് ലഭിച്ചതെന്നാണ് ഫരിസേയർ അവകാശപ്പെട്ടത്? കൈവക്കണം, ആദ്യം കൈവക്കണം. പിശാചിന്റെ പിന്നെ പേര് ആരാ പറഞ്ഞു? ഒത്തീർപ്പാണ്. ഷെയർ ചെയ്യാം. എത്രയുണ്ട്? 3 കൂടി ഉണ്ടോ? ഒന്നുണ്ട്. യോഹന്നാൻ സ്നാപകന്റെ കൈപൊക്കണം കേട്ടോ. ഇത് കൈപൊക്കില്ലെങ്കിൽ കാര്യമില്ല. യോഹന്നാൻ സ്നാപകന്റെ അപ്പന്റെ പേരെന്താണ്? സക്കറിയാസ്. ഓക്കെ. ഈശോ കൈവക്കണ്ടോ? ഈശോ വെള്ളം വീഞ്ഞാക്കിയ നഗരത്തിന്റെ പേരെന്താണ്? കൈപൊക്കില്ല. കൊടുത്തു. ഓക്കെ. അടുത്തത്. രാജാവിന് പകരം ദൈവത്തെ ആരാധിച്ചതിന് സിംഹങ്ങളുടെ ഗുഹയിൽ എറിയപ്പെട്ട പ്രവാചകന്റെ പേരെന്താണ്? ദാനിയേൽ. ഇല്ലേ? അപ്പൊ തീർന്നു. അല്ല, ഇത് കഴിഞ്ഞിട്ട് എല്ലാം തിരിച്ചിടുക.